നമസ്കാരം. ഹോട്ടോക്കിലേക്ക് സ്വാഗതം. മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിജപ്പെടുത്തുന്നതിലെ അപായം സാമൂഹ്യ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിശദീകരിക്കുകയാണ് നാസർ ഫൈസി കൂടത്തായി. എന്നാൽ ഈ വാദത്തിലെ പൊള്ളത്തരങ്ങൾ ഉയർത്തിക്കാണിക്കുന്നു സാമൂഹ്യ നിരീക്ഷകനായ പ്രൊഫസർ എം.എൻ. കാരശ്ശേരി. താങ്കൾ നേരത്തെ പറഞ്ഞു മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു, മാധ്യമങ്ങൾ മുസ്ലിം സമുദായത്തെ അവഹേളിക്കുന്ന രീതിയിൽ ഈ പ്രശ്നങ്ങളെ വഷളാക്കി തീർത്തുവെന്ന്. നിങ്ങൾ സമുദായത്തിനുള്ളിൽ 18 വയസ്സാകണം പെൺകുട്ടികൾക്ക് വിവാഹപ്രായം എന്നുള്ളത് സമുദായത്തിനുള്ളിൽ ഇനിയും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാധ്യമങ്ങൾക്ക് ഇത്രത്തോളം അവഹേളിക്കേണ്ട ആവശ്യം വരുമായിരുന്നില്ല. ആ യോഗത്തിൽ അവതരിപ്പിക്കപ്പെട്ട കാര്യം നമ്മൾ പത്രങ്ങൾക്ക് നൽകിയതിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ സംസാരം ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് വന്ന ചില ചർച്ചകൾ പർവ്വതീകരിക്കപ്പെട്ടപ്പോൾ മുസ്ലിം സമുദായം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മുഴുവൻ കെട്ടിക്കുന്നേ എന്ന രൂപത്തിലൊരു പ്രചരണം ചില ആളുകൾ നടത്തി. ഇപ്പോൾ ചില ആളുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നതും ആ ഒരു അജണ്ടയിൽ നിന്നുകൊണ്ടാണ്. ഈ വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് മനസ്സിലാക്കാതെ, മുസ്ലിം സമുദായത്തിൻ്റെ മുസ്ലിം സംഘടനകളുടെ സതുദ്ദേശം മനസ്സിലാക്കാതെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ജീവിതം കൊടുക്കുന്ന, അനാഥകളെ സംരക്ഷിക്കുന്ന മുസ്ലിം സംഘടനകളാണ് ഇതുപോലെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക്, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അവസാന ഘട്ടത്തിൽ അവർക്ക് രക്ഷയുടെ കവചം വിവാഹമാണ് എന്ന് ബോധ്യപ്പെടുന്ന പശ്ചാത്തലത്തിൽ അവർക്ക് ആ കവചം ഒരുക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. നാസർ ഫൈസി ദയവായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇതിനെ എതിർത്ത് പറഞ്ഞത് ഒന്ന് ജമായത്തെ ഇസ്ലാമിയ, ഒന്ന് സോൾഡാരിറ്റിയാണ്, ഒന്ന് യൂത്ത് ലീഗാണ്, ഒന്ന് MSF ആണ്, വേറെ ഒന്ന് ഹരിതയാണ്, വേറെ ഒന്ന് MES ആണ്. ഇവരൊക്കെ മുസ്ലിം വിരുദ്ധന്മാരാണെങ്കിൽ പിന്നെ ആരാ മുസ്ലിം അനുകൂലികൾ എനിക്ക് മനസ്സിലായില്ല. അതായത് ഇതിലിപ്പോൾ മുസ്ലിം വിരുദ്ധൻ എന്നിപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് എന്നെ ആയിരിക്കും. അങ്ങനെ പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഞാനൊരു വ്യക്തിയാണ്. MES എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നായകനാണ് ഡോക്ടർ ഫസൽ ഗഫൂർ. അതുപോലെ ജമാഅത്ത് ഇസ്ലാമി എന്ന് ഇവിടുത്തെ ഒരു മൂവ്മെൻറ്റാണ്, സോൾഡാരിറ്റി ഒരു മൂവ്മെൻറ്റാണ്. എന്നെപ്പോലുള്ള ഒന്നോ രണ്ടോ വ്യക്തികളെ കണക്കാക്കേണ്ട കാര്യമില്ല. അവരൊക്കെ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് കോടതിയിൽ പോകണം എന്നുള്ളതാണ് വലിയ ഇഷ്യൂ ആയിട്ട് വന്നത്. കാരണം ഇത് വ്യക്തി നിയമത്തിൻ്റെ പുറത്തുള്ള കടന്നുകയറ്റാണെന്നും 37 മുസ്ലിം പേഴ്സണൽ ലോ ആപ്ലിക്കേഷൻ ആക്ടിൽ കൊടുത്ത ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുകയാണെന്നും ഇതിനെതിരായിട്ട്, ഈ അനീതിക്കെതിരായിട്ട് കോടതി പോകുന്നതാണ് പത്രവാർത്ത വന്നത്. നമ്മളാരും ഉണ്ടാക്കിയല്ലത്. ഈ വാർത്ത വന്ന സമയത്താണ് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞത് അങ്ങനെയല്ലല്ലോ അവിടെ പറഞ്ഞത്, ബോധവൽക്കരണമാണല്ലോ. ബോധവൽക്കരണമാണ് ഞങ്ങൾ നടത്താൻ പോകണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പത്രങ്ങളും TV കാരോ കൊടുക്കൂലേ, അവർക്ക് എന്താ ഒഴിച്ചോക്കേണ്ട ആവശ്യം? MESൻ്റെ റെപ്രസെൻറ്റേഷൻ പ്രാതിനിധ്യം ഈ നിലപാടിനില്ല. ഈ ആവശ്യത്തിന് അവർ കൂടെയില്ല. ജമാഅത്തെ ഇസ്ലാമി ഇല്ല. പിന്നെ ആരെപ്പറ്റി ഇത് പറയുന്നത്? ഞാൻ വിചാരിക്കുന്നത് ഈ സമുദായത്തിൽ 99% ആളുകളും പാർട്ടി ഭേദമില്ലാതെ, സമുദായ സംഘടനാ ഭേദമില്ലാതെ, വിശ്വാസഭേദമില്ലാതെ പെൺകുട്ടികൾ പഠിക്കണം. +1 കഴിയുന്ന മുമ്പ് അവരെ കെട്ടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പെൺകുട്ടികൾ അങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ ഈ ആവശ്യം പെൺകുട്ടികളുടെ ഭാഗത്തുനിന്നോ രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്നോ ഒന്നും അല്ല വന്നത് ചില രാഷ്ട്രീയത്തിൻ്റെ ഒളി അജണ്ടയിൽ നിന്ന് വന്നതാണ്. അതിൽ വാസ്തവത്തിൽ കരുവായി EK സുന്നി എന്നാണ് എൻ്റെ വിമർശനം. ആ യോഗത്തിൽ പങ്കെടുത്ത സംഘടനകൾ തന്നെ പിന്നീട് വളരെ വ്യക്തമായി പറഞ്ഞു അത്തരത്തിലൊരു തീരുമാനം അവിടെ എടുത്തിട്ടില്ല, ബോധവൽക്കരണത്തിന് ശ്രമം നടക്കണം എന്നാണ് പറഞ്ഞത്. വേണ്ടി വന്നാൽ നിയമത്തിൻ്റെ വഴി ആലോചിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചു എന്ന് മാത്രമാണ്, സമിതിയെ നിയോഗിക്കാൻ മാത്രമാണ് ആ യോഗത്തിൽ തീരുമാനിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് താങ്കൾ പറഞ്ഞ രീതിയിൽ ഒരു വാർത്താക്കുറിപ്പ് ഉണ്ടാവുക? അവിടെ യോഗം കൂടിയതിൽ MES വളരെ കൃത്യമായി അതിൻ്റെ പ്രസിഡന്റ് ഫസൽ ഗഫൂർ പറഞ്ഞത് ഇത് മതവിഷയമാണ്, മതവിഷയത്തിൽ അഭിപ്രായം പറയേണ്ടതും തീരുമാനമെടുക്കേണ്ടതും മതസംഘടനകളും മതപണ്ഡിതന്മാരുമാണ് എന്ന് ഒരു ചാനലിൻ്റെ വ്യക്തമായ അഭിമുഖത്തിൽ ഞാനും അദ്ദേഹവും ഒരുമിച്ച് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഓർക്കുകയാണ്, MESൻ്റെ കാഴ്ചപ്പാടതാണ്. അല്ലെങ്കിൽ MESൻ്റെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഞങ്ങൾ പറയുമ്പോൾ ഞാൻ കേട്ടല്ലോ. MESൻ്റെ അഭിപ്രായം വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമി കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറഞ്ഞത് ബോധവൽക്കരണം വേണമെന്നാണ്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് ജമാഅത്തെ ഇസ്ലാമി എതിരല്ല. എന്നാലും ആ യോഗത്തിൽ പങ്കെടുത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ 2 പ്രതിനിധികൾ അതിശക്തമായി തന്നെ പറഞ്ഞ് ഇതിനെ സുപ്രീം കോടതിയെ സമീപിക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധികൾ 2 പേരും ഒന്നിച്ചവിടെ ആവശ്യപ്പെട്ടതാണ്. പുറത്തിറങ്ങിയതിന് ശേഷം അവരെന്ത് നിലപാടെടുത്തു എന്നത് എനിക്കറിയില്ല. അങ്ങനെ ആണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ക്രെഡിബിലിറ്റി അവിടെ ചോദ്യം ചെയ്യപ്പെടും. ഇവിടെ മറ്റൊരു വിഷയം, MSF എന്ന് പറയുന്ന സംഘടനയാണ് നിങ്ങൾ പറഞ്ഞൊരു വിഷയം. MSF സംസ്ഥാന കമ്മിറ്റി കൂടിയെടുത്ത തീരുമാനമല്ല. അതോടൊപ്പം തന്നെ MSFും അതുപോലെ ഹരിത എന്ന് പറഞ്ഞ വനിതാ ലീഗിൻ്റെ കീഴടങ്ങളും അല്ലെങ്കിൽ MSFൻ്റെ ഘടകവും തീരുമാനിക്കേണ്ടത് വനിതാ ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൂർബിന റഷീദ്. അവരുടെ കാഴ്ചപ്പാട് മുസ്ലിം പണ്ഡിത സംഘടനകൾ ഏതൊരു കാഴ്ചപ്പാടിലാണ് എത്തിച്ചേർന്നത്, ആ കാഴ്ചപ്പാടിലാണ്. മുസ്ലിം സമുദായത്തിൻ്റെ ബഹുഭൂരിപക്ഷ പ്രതിദാനം ചെയ്യുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ
അതുപോലെ തന്നെ ദക്ഷിണ കേരള ജമിയത്തുലമ, അതോടൊപ്പം 2 മുജാഹിദ്. കാന്തപുരം ഇപ്പോൾ നിലപാട് മാറിയെങ്കിലും കാന്തപുരത്ത് അന്ന് യോഗത്തിൽ ക്ഷണിച്ചിരുന്നുവെങ്കിൽ കാന്തപുരം വിഭാഗം ഇതേ അഭിപ്രായമാണ്. നമ്മളെക്കാൾ ഒന്നുകൂടി മുന്നോട്ട് വന്ന് ഈ കാര്യത്തിൽ പ്രസ്താവന കൊടുത്ത ആളുമാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ പൊതുവായ വീക്ഷണം ഇതാണ്. ഈ വീക്ഷണത്തിനെതിരായിക്കൊണ്ട് ഒരു സംഘടനയും നിലപാടെടുത്തിട്ടില്ല. ഒറ്റപ്പെട്ട ശബ്ദങ്ങളെ നമുക്ക് അവഗണിക്കാവുന്നതുമാണ്. ആശങ്കപ്പെടുന്നത് വിദ്യാഭ്യാസത്തിന് ഇത് തടസ്സമാകുന്നു. ഒരിക്കലും തടസ്സമാണ്. അതായത് 10 കുട്ടികളെ കെട്ടിച്ചിട്ട് അതിൽ ഒരാൾ പഠിച്ചിട്ടുണ്ടാവും, 9 എണ്ണത്തിന് പഠിക്കാൻ കഴിയില്ല. ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞു. 18 വയസ്സായാൽ വിദ്യാഭ്യാസം അവസാനിച്ചെന്നും 18 വയസ്സായാൽ ഇവരെ കെട്ടിച്ചയക്കാമെന്നും ആരാണ് തീരുമാനമെടുത്തത്? 18-ൽ വിദ്യാഭ്യാസം എവിടെ അവസാനിക്കുന്നത്? വിവാഹവും വിദ്യാഭ്യാസവും രണ്ടും 2 വഴിയാണ്. ഒരർത്ഥത്തിൽ പലപ്പോഴും നിങ്ങൾ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെ, ഞാൻ പറയുന്ന ആംഗിളിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെ, പലപ്പോഴും വിവാഹം വിദ്യാഭ്യാസത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ പരിരക്ഷയാണ്. ഈ പരിരക്ഷ വിവാഹം കഴിക്കുന്നതോടുകൂടി നാസർ ഫൈസി 34 കൊല്ലം കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ മാഷായിരുന്ന ഒരാളാണ് ഞാൻ. കല്യാണം കൊണ്ട് എങ്ങനെയാണ് കുട്ടികളുടെ പഠനം മുടങ്ങുക എന്ന് എനിക്കറിയാം. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, എനിക്ക് അതിനെപ്പറ്റി ആലോചിക്കാൻ വളരെ വിഷമമുണ്ട്. അബ്ദുൾ റബ്ബ് പറയാണ് വിവാഹം കൊണ്ട് പഠനം മുടങ്ങൂല, കല്യാണം കഴിച്ചാൽ 1-2 കൊല്ലം കൊണ്ട് സാധാരണ രീതിയിൽ മക്കളാവും, പിന്നെന്താ ഉണ്ടാവുക എന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, പഠനം എന്ന് പറയുന്ന സാധനം മാഷ പോലുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ സ്റ്റുഡൻ്റായി വരുന്ന വിദ്യാർത്ഥിനികളോടൊക്കെ നിങ്ങൾ ഞാൻ റിട്ടയർ ചെയ്ത് ഇനി എനിക്ക് വിദ്യാർത്ഥിനി വരില്ല, വേണ്ട, നിങ്ങൾക്ക് ഒരുപാട് തൂലിയയും അതുപോലെ തന്നെ നിങ്ങളെ ബന്ധപ്പെടുന്ന വിഭാഗം ഉണ്ടല്ലോ, അവർക്ക് തന്നെ ബോധവൽക്കരണം നടത്താം. വിവാഹം ചെയ്തു എന്നോർത്ത് വിദ്യാഭ്യാസം ഒരിക്കലും അവസാനിപ്പിക്കരുത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പഠിക്കുന്നില്ല, കെട്ടിച്ച് മക്കളായിട്ട് കുട്ടികൾ പഠിക്കുന്നു വിചാരിച്ചാൽ മാഷ് 18 വയസ്സായി കെട്ടിച്ച വിദ്യാർത്ഥികൾ പലരും ഇപ്പോഴും പഠനം തുടരുന്നതായി. 10 കുട്ടികളെ കെട്ടിച്ചിട്ട് അതിൽ ഒരാൾ പഠിച്ചിട്ടുണ്ടാവും, 9 എണ്ണത്തിന് പഠിക്കാൻ കഴിയില്ല. പഠനം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ വിവാഹത്തെ തടസ്സം നീക്കേണ്ട ഒരുപാട് തടസ്സങ്ങൾ പലതുണ്ട്. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, പെൺകുട്ടികൾ പഠിച്ച് സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും മുന്നേറുന്നതിനെ പറ്റി നിങ്ങളുടെ ഈ കോഴിക്കോട് ചേർന്ന സംഘത്തിന് വലിയ ബേജാറുണ്ട്. ശൈശവ വിവാഹം എന്ന് പറയുന്നത് എല്ലാ സമുദായത്തിലും എല്ലാ നാട്ടിലും എല്ലാ കാലത്തും സ്ത്രീത്വത്തെ അടിച്ചമർക്കാൻ വേണ്ടി പുരുഷാധിപത്യം ഉപയോഗിച്ച ഒരു വിദ്യയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ MA എഞ്ചിനീയറിംഗ് കോളേജ് അടക്കമുള്ള ധാരാളം കോളേജുകൾ നടത്തി മുസ്ലിം പെൺകുട്ടികൾക്കും അമുസ്ലിം പെൺകുട്ടികൾക്കും ഉജ്ജ്വലമായ വിദ്യാഭ്യാസം കൊടുക്കുന്ന, പലപ്പോഴും സൗജന്യമായ സംവിധാനം ഒരുക്കിയ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുസ്ലിം വിദ്യാഭ്യാസത്തിനെതിരായി ഒരു കാര്യം പറയാം. ഈ സമസ്ത 1930 പെരിന്തൽമണ്ണ പ്രമേയത്തിൽ പെൺകുട്ടികളെ എഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അന്ന് ഇവിടെ കുറേ ആളുകൾ ബഹളം ഉണ്ടാക്കിയിട്ടാണ് പെണ്ണുങ്ങൾ എഴുത്ത് പഠിക്കാമെന്നായത്. ഞാൻ സുന്നി മദ്രസയിൽ പഠിച്ച ആളാണ്. സമസ്തയുടെ 5ാം ക്ലാസ് പൊതുപരീക്ഷ പാസ്സായ ആളാണ്. 62-ലാണ് ഞാൻ 5ാം ക്ലാസ് പാസ്സായത്. എൻ്റെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥിനികൾക്ക്, എൻ്റെ സഹപാഠിനികൾക്ക് എഴുത്തു പരീക്ഷ ഉണ്ടായിരുന്നില്ല. അവർക്ക് വാചാപരീക്ഷയായിരുന്നു. കാരണം പെണ്ണുങ്ങൾ എഴുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. അത്രയും പിന്തിരിപ്പനായൊരു നിലപാടുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണിത്. ഇന്ന് അവർ വളരെ മാറിയിട്ടുണ്ട്. ആ മാറിയതിനെ പറ്റി എനിക്ക് അനുമോദനം മാത്രമേ ഉള്ളൂ. പക്ഷേ അതേ ഇങ്ങനെ പറഞ്ഞു കയറുമ്പോൾ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സാധനമുണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഒരു സംഘടനയ്ക്ക് അങ്ങനെ ഒരു തീരുമാനം, ഒരു പ്രമേയം ഉണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കേണ്ടത് ആ സംഘടനയാണ്. പ്രാവർത്തികമാക്കാതെ പോയി എന്നാണോ പറയുന്നത്? ഇവിടെ ആ പ്രമേയത്തെ മാഷ് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ സമസ്തയുടെ ഭരണഘടനയിൽ മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതികപരമായ വിദ്യാഭ്യാസത്തിനും കക്ഷിഭേദമന്യേ ലിംഗഭേദമന്യേ എല്ലാവർക്കും പൂർണ്ണമായി അതിനുള്ള പ്രോത്സാഹനങ്ങൾ നൽകേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് ഭരണഘടനയിൽ 85 കൊല്ലങ്ങൾക്കപ്പുറം എഴുതി വെച്ച സംഘടനയാണ്. അങ്ങനെ പ്രമേയല്ല. മുശാവറയുടെ തീരുമാനമാണ് അങ്ങനെ ഒന്നും ഉണ്ടാവേണ്ടത്. ഒറ്റപ്പെട്ട ഏതെങ്കിലും പള്ളിമൊല്ലാക്കന്മാരോ ജീർണതകളെ താലോലിക്കുന്ന വിഭാഗങ്ങളോ എവിടെങ്കിലും എടുത്ത തീരുമാനങ്ങളോ അവരുടെ നിലപാടുകളോ പ്രസംഗങ്ങളോ ഒരു സമൂഹത്തിൻ്റെ, ഒരു സംഘടനയുടെ തീരുമാനമായി ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. സമസ്തയുടെ കാര്യം, നമ്മുടെ വിഷയം അതല്ലല്ലോ. ഇവിടെയുള്ള വിഷയം മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായത്തെ സംബന്ധിച്ചിടത്തോളം
അതിന് ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യമില്ല. പെൺകുട്ടികളുടെ മുസ്ലിം വിദ്യാഭ്യാസത്തിന്റെ പെൺകുട്ടികളുടെ പ്രശ്നം അത്. വിവാഹപ്രായം എന്ന് പറയുന്നത് ബേസിക്കലി രണ്ട് വിവാഹം വിദ്യാഭ്യാസത്തിന് തടസ്സമാകുന്നു എന്നതിലാണ് ചർച്ച കേന്ദ്രീകരിക്കുന്നത്. സ്ത്രീധനം എന്നുള്ള ഒരു പ്രശ്നമാണ് ബേസിക് ആയിട്ടുള്ളത്. രണ്ട് വനിതാ വിദ്യാഭ്യാസം എന്നുള്ളതാണ് പ്രശ്നം. ഈ രണ്ട് പ്രശ്നത്തിലാണ് അത് നിൽക്കുന്നത്. അല്ലാതെ അറബി കല്യാണം ഉണ്ടാകുന്ന സ്ത്രീധനം ഉള്ളതുകൊണ്ടാ, മൈസൂർ കല്യാണം ഉണ്ടാകുന്ന സ്ത്രീധനം ഉള്ളതുകൊണ്ടാ. പിന്നെ ഈ സ്ത്രീധനം മറിഞ്ഞാൽ തന്നെയും അത് പോയി മറിഞ്ഞാൽ തന്നെയും പെൺകുട്ടികൾക്ക് ഉയർന്ന് പഠിക്കണമെങ്കിൽ അവരെ ഇളം പ്രായത്തിൽ കെട്ടിച്ചാൽ പറ്റില്ല. മതം അനുശാസിക്കുന്ന നിയമങ്ങൾ അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഇതിനാണ് കൂടുതലായി കൊണ്ട് താല്പര്യം കൊടുക്കേണ്ടത് എന്ന ബോധവൽക്കരണം ശക്തമാക്കി നടത്തണം എന്ന് പറയുന്നതോടൊപ്പം തന്നെയാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയുന്നത്. ഇവരെ മീറ്റിങ്ങിൽ എന്താ പറഞ്ഞത് പത്രത്തിൽ കണ്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ പറഞ്ഞ വളരെ ലളിതമായൊരു കാര്യം, മത നിയമ സംഹിത അതിന് ശരീഅത്ത് എന്ന് പറയും. ശരീഅത്തിൽ വിവാഹത്തിന് പ്രായപരിധി വെച്ചിട്ടില്ല, സത്യമാണ്. അതുകൊണ്ട് പ്രായപരിധി എന്ന സംഗതിയിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കണം. എന്താ കാരണം? മുസ്ലിങ്ങൾക്ക് അവരുടെ മതനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. ന്യൂനപക്ഷങ്ങളാണ്, അവർക്ക് മുസ്ലിം പേഴ്സണലുണ്ട് എന്നാണ് പറഞ്ഞത്. അതിനെ ആ വിശ്വാസ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നത് 1937 മുസ്ലിം പേഴ്സണൽ ആപ്ലിക്കേഷൻ ആക്ടിൻ്റെ ലംഘനമാണ്. ഇത് പറഞ്ഞ് സുപ്രീം കോടതി പോകുന്നതാണ് പത്രസമ്മേളനം നടത്തി പറഞ്ഞതായിട്ട് പത്രങ്ങളിൽ കണ്ടത്. പെൺകുട്ടിക്ക് 18 പക്വതായി, ആൺകുട്ടിക്ക് 21 കഴിഞ്ഞാലേ പക്വതാവൂ എന്ന നിലവാരം ശരിയല്ല.